ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദനും കുടുംബവും ഓണം ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ജയപാലന്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഒക്കെ ഓണം പൊടിക്കാം. പെട്ടെന്നാണ് നമ്മുടെ കാവേരി എറിഞ്ഞ ഒരു പടക്കം ചെന്ന് നവീന്റെ അടുത്തേക്ക് വീഴുന്നത്. അപ്പൊ പേടിച്ച് നവീൻ അങ്ങ് പോകട്ടോ, ചെറുതായിട്ട് കയ്യിലൊരു പൊള്ളലും വീഴും. അത് കാണുന്ന രാജേശ്വരി ആണെങ്കിൽ ഓടിയെത്തും. അയ്യോ മോനെ, ഇതെന്താ പറ്റിയേ? ഷോ, നിന്റെ കൈ പൊള്ളിട്ടുണ്ടല്ലോ കുഞ്ഞെ, വേദന എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരമായിട്ട്. അപ്പം അവയും പറയും, ഇല്ലമ്മേ, അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു തരി വീണതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ലെന്നേ. എന്നാലും അതെങ്ങനെയാ, ഇവിടെയുള്ള പലർക്കും കണ്ണും മൂക്കും കാണാതല്ലേ ആഘോഷ തിമിർപ്പില്. പെമ്പിള്ളാരായാൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ഒരെണ്ണത്തിന് അടക്കവും ഇല്ല അച്ചടക്കവും ഇല്ല, എല്ലാം മരത്തിലും കയറി നടക്കുമല്ലേ. എൻ്റെ മോൻ്റെ കൈ കളഞ്ഞപ്പോൾ ഇവൾമാരുടെയൊക്കെ സൂക്കേട് തീർന്നു കാണും എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ജയപാലൻ വന്ന് പറയും, നീ എന്തൊക്കെയാ രാജേശ്വരി ഈ പറയുന്നേ? ഇത് നോക്കിക്കേ ചേട്ടാ, എൻ്റെ കൊച്ചിൻ്റെ കൈ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ? ആരാ ഇത് ചെയ്തത്? മര്യാദയ്ക്ക് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കും. പെട്ടെന്ന് പേടിച്ച് പോയിട്ട് നീള പറയും, അയ്യോ, അത് ആരും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ആൻറ്റി. കാവേരി ചേച്ചി എറിഞ്ഞ പടക്കത്തിൽ നിന്ന് ചെറിയൊരു തരി ധരിച്ച് വീണതാ ചേട്ടൻ്റെ കയ്യിലേക്ക്, അല്ലാതൊന്നുമില്ല. ഓ, ഇവളായിരുന്നോ? ഇവളെ ഇതുപോലത്തെ പരിപാടികൾ ചെയ്യുള്ളൂ. അതെങ്ങനെയാ? കണ്ട മരത്തിലും കയറി നടക്കുമല്ലേ, പെണ്ണിൻ്റെ രൂപവും ആണുങ്ങളുടെ സ്വഭാവമായിട്ട്. എൻ്റെ ചെറുക്കൻ്റെ കൈയും കളഞ്ഞിട്ട് അവൾ നിൽക്കുന്ന കണ്ടില്ലേ? നിനക്ക് നാണം ഉണ്ടോടി ഇങ്ങനെ നടക്കാൻ? പെൺകുട്ടികളെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, രാജേശ്വരി ക്ഷമിക്കണം, അവൾ അറിഞ്ഞുകൊണ്ടല്ലോ. എല്ലാവരും പടക്കമൊക്കെ പൊടിച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് നിൽക്കുമല്ലേ, അതിൽ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിയെന്നും കരുതി ഇങ്ങനെയൊക്കെ പറയണോ എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എന്ത് പറയണോന്നാ? ഇപ്പൊ തന്നെ കണ്ടില്ലേ എൻ്റെ കൊച്ചിൻ്റെ കൈ പൊള്ളിയിരിക്കുന്നത്, കാണിച്ച നവീനെ എന്നൊക്കെ ഇങ്ങനെ പറയാണേ. അപ്പം അരവിന്ദനും പറയും, രാജേശ്വരി എൻ്റെ മോളോട് ക്ഷമിക്കണം, അവൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്ന് ചോദിക്കുക. ആ, ഇവളെ കരുതി നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാനാണെങ്കിൽ എപ്പോഴും അതിനേ സമയം കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു മരം കയറി പെണ്ണല്ലേ, കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഒരടക്കവും ഇല്ലാത്ത പെണ്ണ് എന്ന് പറഞ്ഞ് രാജേശ്വരി അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും എന്തോ പോലെ ആവേ. നമ്മുടെ കാവേരിയും ആകെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുക. അപ്പം പെട്ടെന്ന് ശാരദ അങ്ങ് അടുത്ത് വന്നിട്ട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി അടങ്ങി ഒതുങ്ങി നടക്കണമെന്ന്. നമ്മുടെ വീട്ടിലോ നീ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും, അതുപോലെ മറ്റൊരു കുടുംബത്തിൽ വന്നിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ച. അരവിന്ദ് പറയും, അവള് മനഃപൂർവ്വം അല്ലല്ലോ എൻ്റെ ശാരദയെ, ആ ചെറുക്കൻ്റെ കയ്യിൽ അതങ്ങ് വീണു, അന്നും കരുതി ഇങ്ങനെയൊക്കെ നീ നമ്മുടെ മോളെ പറയണോ എന്ന് ചോദിക്കുക. അവൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഇപ്പൊ നീയും കൂടി അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്നും പറഞ്ഞ് അരവിന്ദൻ ശാരദയെ തടയൂട്ടോ. അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണസദ്യയൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുക. അപ്പം പയ്യ അരവിന്ദ് പറയും, എടാ ജയപാലെ, ഞങ്ങൾ അന്ന് ഇറങ്ങിയേക്കുക, ഇനിയിപ്പം വീട്ടിലും ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. നീ അത് എന്ത് വർത്തമാനോ? ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നെന്ന് കരുതി ഇവിടുന്ന് പട്ടിണി ഇറങ്ങി പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഓണമായിട്ട് നീയും നിൻ്റെ കുട്ടികളും വിശന്നിറങ്ങിയാൽ അതെനിക്ക് സങ്കടം. അരവിന്ദ, നീ കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി. രാജേശ്വരിയുടെ സ്വഭാവം നിനക്കറിയാലോ. നവി എന്ന് പറഞ്ഞാൽ അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവളിങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതൊന്നും നീ കാര്യമൊക്കെ എടുക്കണ്ട. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിക്കുക. നമ്മളെ എന്നും കാണുന്നവരൊന്നും അല്ലല്ലോ, വല്ലപ്പോഴും കാണുമ്പം സങ്കടപ്പെട്ട് ഇറങ്ങിയാൽ അത് പിന്നീട് ഒരു സങ്കടമായിട്ട് മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ഇപ്പം നീ അവിടെ ഇരുന്ന് കഴിക്കുക അരവിന്ദ. മക്കളെ, എല്ലാവർക്കും എല്ലാം വിളമ്പിക്കേ എന്ന് പറയാം. എന്നിട്ട് അവിടുന്ന് അവിട്ട അട എന്നും പറഞ്ഞിട്ടൊരു സാധനമൊക്കെ എടുത്തിട്ട് അരവിന്ദൻ്റെ പ്ലേറ്റിലോട്ട് വിളമ്പും. എടാ, നീ ഇത് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? നമ്മുടെ നാട്ടിൻ്റെ സ്പെഷ്യാലിറ്റിയിൽ പെടുന്ന ഒരു വിഭവമാണ് ഇത്, എല്ലാ നാട്ടിലും ഒന്നും ഇത് പെടില്ല. അപ്പോൾ പെട്ടെന്ന് ശാരദ പറയും, എൻ്റെ ജയപാലേട്ടാ, സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ലേ. അതെ, അരവിന്ദേട്ടൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കണ്ണൂരുകാരൻ ഉണരും. ഇപ്പോഴും ഇവന്റെ കണ്ണൂർ ഭ്രാന്ത് മാറിയിട്ടില്ലേ എൻ്റെ ശാരദ എന്നപ്പോൾ ജയപാലൻ ചോദിക്കും. എൻ്റെ പൊന്നോ, അതൊരിക്കലും മാറില്ല. കണ്ണൂരിൻ്റെ നന്മ പറയാനേ അരവിന്ദേട്ടന് സമയമുള്ളൂ, ബാക്കി നാടുകളൊന്നുമേ അരവിന്ദേട്ടൻ്റെ കണ്ണിൽ പിടിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ പറയാൻ നിന്ന ആ കണ്ണീരുകാരുടെ ഓരോ വിഭവങ്ങളും ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ അരവിന്ദേട്ടൻ പറഞ്ഞു തുടങ്ങും എന്ന് ശാരദ പറയും കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ആഹാരമൊക്കെ കഴിക്കാം. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് എന്തെങ്കിലും സംസാരിക്കണ്ടേ എന്ന് കരുതി രാജേശ്വരിയോട് ചോദിക്കും, അല്ല രാജേശ്വരി, നിന്റെ ഭർത്താവ് ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ. അത് കേൾക്കുന്ന നവീനും രാജേശ്വരിയും ഇങ്ങനെ തല കൊനിച്ചിങ്ങനെ നിൽക്കുക. അന്നേരം പെട്ടെന്ന് ജയപാലൻ പറയും, അളിയനാന് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുമല്ലേ, വീട്ടിലില്ല, പക്ഷേ ഏതെങ്കിലും അമ്പലങ്ങളിൽ കാണും, മിക്കവാറും വല്ലോ രാമേശ്വരത്തോ അങ്ങനെ എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് നടക്കുമായിരിക്കും എന്ന് പറയാൻ. അത് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രാജേശ്വരിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെ, അമ്പലത്തിലും പോകുന്നതും വിശ്വാസമുള്ളതും ഒക്കെ കുറച്ച് നല്ലതാ എന്ന് പെട്ടെന്ന് അങ്ങ് രാജേശ്വരി പറയും. അപ്പോൾ അരവിന്ദ് പറയും, വിശ്വാസം കൂടിയാലും പ്രശ്നമല്ലേ, അതുകൊണ്ടാ എന്നിങ്ങനെ ചുമ്മാ പറയുമ്പം പറയും, വിശ്വാസമില്ലാതെ അടക്കോ ഒതുക്കോ ഇല്ലാതെ മക്കളെ വളർത്തിയാലേ ഇപ്പം ഇങ്ങനെ ഇരിക്കും, നാട്ടുകാരുടെ മക്കൾക്കൊന്നും സമാധാനത്തോടെ ഒന്നും ഇരിക്കാൻ പോലും പിന്നെ സാധിക്കില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, അരവിന്ദ്
അരവിന്ദേട്ടൻ്റെ മോള് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ദൈവഭക്തി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് അവരെ ഒന്ന് കുത്തി രാജേശ്വരി സംസാരിക്കും കേട്ടോ. അപ്പം ജയപാലൻ പറയും, ദേ രാജേശ്വരി, നിന്റെ ഈ വക സംസാരം ഇവിടെ നിർത്തിക്കോ. മര്യാദയ്ക്ക് ഓണം ആഘോഷിക്കാൻ വന്നതാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് എല്ലാവരും സന്തോഷത്തോടെ പിരിയണം, അല്ലാതെ അതും ഇതും പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയും കേട്ടോ. പെട്ടെന്ന് നവീൻ്റെ അടുത്തേക്ക് രാജേശ്വരി തിരിയും. എന്നിട്ട് ചോദിക്കും, മോനെ നിനക്ക് കഴിക്കാൻ പറ്റുമോടാ, വേദനയുണ്ടോ, നീറ്റലുണ്ടോ? ഇല്ലമ്മേ, ഇത് ചെറിയൊരു പൊള്ളലല്ലേ, എനിക്ക് ആഹാരമൊക്കെ കഴിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന കാവേരി ഗംഗയോട് പറയും, കണ്ടില്ലേ ചേച്ചി ആ രാജേശ്വരിയുടെ ഒരു പ്രഹസനം, വേണമെങ്കിലേ മോന് വാരിയും കൊടുക്കാൻ അവർ മടിക്കുകയല്ല. ചെറിയൊരു പൊള്ളലേ ഉള്ളൂ എൻ്റെ ചേച്ചി, മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ അവർ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത്. ഇതൊക്കെ നമുക്ക് കണ്ണടച്ച് വിടാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ആ സ്ത്രീ എന്താ ഈ കൂട്ടുന്നേ, അവർക്ക് മാത്രമേ മക്കളുള്ളൂ എന്ന് ഇങ്ങനെ ഗംഗയോട് കാവേരി പറയൂട്ടോ. ദേ നീ മിണ്ടാതിരിക്കുക, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് അല്ലേ, അതുകൊണ്ട് നീ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് ഗംഗ കാവേരിയോട് പറയേ. അപ്പോൾ പെട്ടെന്ന് രാജേശ്വരി പറയും, അതെ എനിക്ക് ഇച്ചിരി സാമ്പാർ വേണമായിരുന്നല്ലോ. അപ്പം ഗംഗ അത് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും കാവേരി പറയും, ഞാൻ കൊണ്ടു കൊടുക്കാം, ഇനി ആ അമ്മയുടെ വിഷമം വേണം മാറ്റിയിട്ട് നമുക്ക് വിട്ടാൽ മതി എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് കാവേരി സാമ്പാർ വിളമ്പത്തേക്കും അതെല്ലാം അങ്ങ് മറിഞ്ഞ് രാജേശ്വരിയുടെ ഇലയിലേക്ക് വീഴും കേട്ടോ. അപ്പോൾ ദേഷ്യം വരും, നീ ഇത് മനഃപൂർവ്വം എന്നെ കരുതിക്കൂട്ടി ചെയ്തതല്ലേ, എനിക്ക് ആഹാരം പോലും കഴിക്കാൻ മേലാതെ നീ ആക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ജയപാലി പറയും, നീ എന്തൊക്കെയാണ് എൻ്റെ രാജേശ്വരി ഈ പറയുന്നത്, ആ കുട്ടി മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്ന് ചോദിക്കുക. ഇത് മനഃപൂർവ്വം തന്നെയാണ്, ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂടുന്നത് ചേട്ടൻ കാണുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് അരവിന്ദ് പറയും, രാജേശ്വരി ക്ഷമിക്കണം, അവൾ മനഃപൂർവ്വം അല്ലല്ലോ എന്നിങ്ങനെ പറയാൻ. പെട്ടെന്ന് നമ്മുടെ കാവേരി അവിടെ നിന്ന് കരയും കേട്ടോ. ദേ അരവിന്ദേട്ടൻ ഇങ്ങനെ ക്ഷമ ചോദിക്കാൻ നിന്ന അതിനെ സമയം കാണുള്ളൂ. പുന്നാര മോള് അത്രത്ത് കൊണ്ട് വളർത്തുദോഷം എന്ന് പറയുക, എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നേ. ദേ ജയപാലേട്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനിയും ഈ കുടുംബത്തിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരെ ഇറക്കി വിട്ടിരിക്കണം. ജയപാലേട്ടന് ഇവരാണോ അതോ ഞാനാണോ വലുതെന്ന് എനിക്ക് ഈ നിമിഷം അറിയണം എന്ന് പറയാം. അപ്പം ജയപാലി പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, ദേ രാജേശ്വരി, നീ ആവശ്യമില്ലാത്ത അധികാരമൊന്നും എടുക്കാൻ നിൽക്കണ്ട, കൂടുതലൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പം നിന്നെ തന്നെ ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഓണസദ്യ കഴിക്കാൻ വന്ന അതും കഴിച്ചിട്ട് സന്തോഷത്തോടെ പോകാൻ നോക്ക്. നീ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്നാലുണ്ടല്ലോ, ഈ ജയപാലൻ്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് അരവിന്ദൻ പറയും, ജയപാല, നിങ്ങൾ തമ്മിൽ എന്താ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഇങ്ങനെ വഴക്കൊന്നും പാടില്ല, അത് ഞങ്ങളെ ചൊല്ലി ഞങ്ങൾ ഇറങ്ങുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും കേട്ടോ. ആകെ സങ്കടമാവുകയാണേ. സമയം നമ്മുടെ വിനീതിൻ്റെ തയ്യൽക്കടയിൽ ഗംഗയുടെ ചിത്രം വരച്ചത് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം വേറൊരു ചിത്രക്കാരനെ കൊണ്ടുവന്ന് ആ പടമൊക്കെ വീണ്ടും വരപ്പിക്കുക. അപ്പം നമ്മുടെ വിനീതിൻ്റെ കൂടെ തയ്ക്കുന്ന ഇക്ക ചോദിക്കും, ദേ ഇത് മനഃപൂർവ്വം ഇയാൾ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് ഈ പെയിൻറ്റ് മാത്രം ഇളകി പോകുന്നത്, അത് ഇവരിന് പണി കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ എൻ്റെ വിനീതേ, നീ പാവം നിഷ്കളങ്കൻ, അതൊന്നും അറിയാതെ വീണ്ടും വീണ്ടും ഇവനെ വിളിച്ച് നിന്റെ ഗംഗയുടെ പടം വരപ്പിക്കുകയും ചെയ്യും, ഇത് നിനക്ക് നഷ്ടക്കച്ചവടമാ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ആ പടം വരയ്ക്കുന്ന ആൾ പറയും, ദേ ഇക്ക അനാവശ്യം പറയരുത്, ഞാൻ വേറെ ആരോട് ചതി കാണിച്ചാലും ഇവനോട് കാണിക്കില്ല, ഇവൻ എൻ്റെ അനിയനെ പോലെയാ, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടുമില്ല, പടവല്ലേ, പെയിൻ്റൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞൊക്കെ പോകും എന്നും കരുതി മനഃപൂർവ്വം ഞാൻ ചെയ്തതാണെന്നൊന്നും പറഞ്ഞു കളഞ്ഞേക്കരുത് കേട്ടോ. ദേ നിനക്ക് തോന്നുന്നുണ്ടോടാ വിനീതേ ഞാൻ നിന്നെ ചതിച്ച് അങ്ങനെയൊക്കെ ചെയ്യൂന്ന്, എന്നിട്ട് സാരമില്ല, പോട്ടെ ഇക്ക പറഞ്ഞതൊന്നുമേ ചേട്ടൻ കാര്യമൊക്കെ എടുക്കണ്ട, എന്തായാലും എത്ര രൂപയായി ഈ പരിപാടിക്ക് എന്നിങ്ങനെ വിനീത് ചോദിക്കുക. അത് നീ എണ്ണാനൊന്നും നിൽക്കണ്ടടാ, നിനക്ക് ഇഷ്ടമുള്ളതങ്ങ് തന്നോ എന്നും പറഞ്ഞ് വിനീത് അപ്പോൾ പൈസ എടുക്കാൻ തുടങ്ങുമ്പോൾ അത് മുഴുവനും മേടിച്ചെടുത്തുണ്ടെങ്കിൽ പോവാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവനിത് മനഃപൂർവ്വം ചെയ്യുന്നതാ, നീയൊരു പാവമാണെന്ന് അവനറിയാം, നിന്നെ പറ്റിക്കാനും എളുപ്പമാണ്, അതുകൊണ്ട് നീ ഇല്ലാത്തപ്പം നമ്മളെ ആരും കാണാതെ അവൻ തന്നെയായിരിക്കും ഇതെല്ലാം ഇളക്കി പറിച്ച് കളയുന്നത്, എന്നിട്ട് അവൻ തന്നെ ഇതെല്ലാം നിനക്ക് വരച്ച് വീണ്ടും വീണ്ടും തരുന്നു, നീ വീണ്ടും വീണ്ടും അവന് പൈസയും കൊടുക്കുന്നു, അതാ ഇവിടെ നടക്കുന്നത്. പോട്ടെ എൻ്റെ ഇക്ക, ഇനി അത് ഓർത്തിരിക്കണ്ട എന്നൊക്കെ പറയുകയാണേ. പെട്ടെന്ന് നവീൻ അങ്ങോട്ട് കയറി വരിക. നവീനെ കാണുമ്പോഴത്തേക്കും വിനീതിന് ഒത്തിരി സന്തോഷമാവും. എടാ നീ എപ്പോൾ എത്തി, ഇനി ഉടനെ ഒന്നും മടങ്ങി പോവില്ലായിരിക്കുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കാം. ഇനി ഉടനെ പോവണ്ടെന്നൊക്കെ ഞാൻ കരുതുന്നത് എന്നിങ്ങനെ പറയണേ. അല്ലടാ നിന്റെ കൈക്ക് എന്ത് പറ്റി? അതോ അത് ചെറുതായിട്ടൊന്ന് പൊള്ളിയതാടാ, അത്ര കാര്യമാക്കാനൊന്നുമില്ല. നീ പോകേണ്ടത് തീരുമാനിച്ചോ? അപ്പം നിന്റെ അമ്മയുടെ പ്രാർത്ഥന കേട്ടെന്നർത്ഥം. എന്തായാലും നിന്റെ അമ്മയ്ക്ക് നിന്നെ പെട്ടെന്ന് കെട്ടിച്ചിട്ട് ഇവിടെ തന്നെ നിർത്താൻ ആഗ്രഹമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയാം. അമ്മയുടെ ആഗ്രഹം അതുകൊണ്ടൊന്നും അല്ല, എനിക്കൊരാളെ കിട്ടിയിട്ട്
വന്നിട്ടുണ്ട്. അവളെ ഒന്ന് അടുത്തറിയാനും അവളോടൊപ്പം ഒരു ജീവിതം ഉണ്ടാക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. എടാ കള്ള കാമുക എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ, വളരെ സന്തോഷത്തോടു കൂടി തന്നെ. അതേസമയം ഗംഗയുടെ ചിത്രങ്ങൾ അവിടെ എല്ലാം കാണുന്നേ നവീൻ ചോദിക്കും, ഓ നിനക്കിപ്പോഴും നിന്റെ ഗംഗയോടുള്ള പ്രണയത്തിൽ ഒരു കളങ്കവും ഇല്ലല്ലേടാ. അത് ഈ വിനീത് മരിക്കണം, എനിക്ക് ഗംഗ കഴിഞ്ഞ് ഈ ലോകത്ത് ആരും ഉള്ളൂ. ഏകദേശം അവളെ ഞാൻ കല്യാണം കഴിക്കാറായി വരിക. അതെയോ? ആ അമ്മാവൻ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ഉടനെ തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്നാ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണവും കാണും. അമ്മാവൻ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ കെട്ട് നടത്തിയിട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇവരൊക്കെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അരവിന്ദൻ വീട്ടിൽ വന്ന് എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പം അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അടുക്കള ചെല്ലും കേട്ടോ. അടുക്കള ചെല്ലുമ്പം അവിടെ നമ്മുടെ മുത്തശ്ശിയും ശാരദാമ്മയും സങ്കടപ്പെട്ടിരിക്കുക. ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ? അതെ, ഈ കറികളെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഒറ്റ കറിയാക്കാം. അവിടെ എൻ്റെ കൂടെ ഗൾഫിൽ ഒരു ആലപ്പുഴക്കാരനുണ്ടായിരുന്നു, അവൻ പറയുന്ന കേൾക്കാം, ഈ ഓണത്തിനൊക്കെ മിച്ചം വരുന്ന കറികളെല്ലാം കൂടി ഒരുമിച്ചങ്ങ് ഒഴിച്ചു വെക്കും. പിറ്റേ ദിവസം ആകുമ്പോൾ അതൊരു പഴയം കറിയാവും. അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി കുഴച്ച് കഴിക്കാൻ ഓണസദ്യ കഴിച്ചതിലും ടേസ്റ്റ് ആണെന്നാണ് അവൻ പറയുന്നത്. നമുക്കും അങ്ങനെ ചെയ്യാം, എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാം. അല്ല ശാരദേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശി പറയും, എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാ, ആര് കഴിക്കാനാ? ഇന്ന് തന്നെ കണ്ടില്ലേ ആ പെങ്കൊച്ചി കാവേരി, അവൾ ഓണമായിട്ട് ഒരു വറ്റ അതിൻ്റെ അകത്ത് ചെന്നിട്ടില്ല. ആ ജയപാലൻ്റെ വീട്ടിൽ നിന്ന് നുള്ളിപ്പെറുക്കി 1-2 ചോറ് കഴിച്ചു. അതല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞ് വെള്ളം പോലും ആ പെങ്കൊച്ചി കുടിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പം എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും എന്ന് പറയൂ കേട്ടോ. അങ്ങനെയോ? അത് നമുക്കങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഈ ഒരു മൂടിക്കെട്ടുന്ന അവസ്ഥയൊക്കെ മാറ്റിയെടുത്ത് സന്തോഷം ഉണ്ടാക്കി എടുക്കാമെന്ന് എന്ന് പറയാം. അതേസമയം നമ്മുടെ കാവേരി സങ്കടപ്പെട്ട് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓരോന്നും ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ അരവിന്ദനാണെങ്കിൽ ഒരു പ്ലേറ്റ് ചോറൊക്കെ എടുത്തിട്ട് ഓരോരുത്തർക്കായിട്ട് വാരി ഇങ്ങനെ കൊടുക്കുക. ആദ്യം തന്നെ നമ്മുടെ നിളക്കുട്ടി വന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ചോറങ്ങ് മേടിക്കും. ആഹാ, അച്ഛൻ്റെ കുഞ്ഞിത്താറാവ് ചോറ് വാങ്ങിച്ചു, ഇനി അച്ഛൻ്റെ കള്ളിപ്പൂച്ച എന്തേ? അച്ഛൻ്റെ കള്ളിപ്പൂച്ച ചോറ് കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് യമുന വന്നിട്ട് ചോറ് മേടിക്കാം. അതേ അച്ഛൻ്റെ നീലമയിലും ചോറ് മേടിച്ചു. അപ്പോഴത്തേക്കും അതിലൂടെ ഗംഗയും വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ചോറങ്ങ് മേടിക്കേ. ദേ അച്ഛൻ്റെ കുയിലമ്മയും ചോറ് മേടിച്ചു. പക്ഷെ അച്ഛൻ്റെ കള്ളിപ്പൂച്ച മാത്രം ഇതെന്താ ചോറ് മേടിക്കാൻ വരാത്തത്? അച്ഛന് സങ്കടമാവുവേ. അച്ഛൻ്റെ കള്ളിപ്പൂച്ച ഇത് എവിടെയാ ഇരിക്കുന്നേ എന്നൊക്കെ നമ്മുടെ കാവേരിനെ ഉദ്ദേശിച്ച് അരവിന്ദ് ഇങ്ങനെ പറയാം. പെട്ടെന്ന് അച്ഛൻ്റെ സ്നേഹം കാണുമ്പോൾ നമ്മുടെ കാവേരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരിക. കാവേരി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ അരവിന്ദിന് സന്തോഷമാവുക. ഇതൊക്കെയാണ് ഈ കൊച്ചു കുടുംബത്തിലെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.